അങ്കിൾക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. എനിക്ക് പണിയൊന്നും അല്ലല്ലോ അല്ലേ? അല്ല അല്ല, എന്റെ അമ്മയ്ക്ക് അങ്കിളിനെ കാണാന്നൊരു വലിയ ആഗ്രഹം. ഞാൻ അവിടെ ഇങ്ങോട്ട് വിളിക്കട്ടെ? എന്നെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. കണ്ടിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഒന്നൊരു ആഗ്രഹം. ഓക്കെ. അമ്മക്കുട്ടി, മെമ്മക്കുട്ടി ഓടി വരാ. ഇത് രണ്ടും ഒരാളായിട്ടാ എനിക്ക് തോന്നുന്നു. എന്താ വല്ല സ്പ്ലിറ്റ് ഇമേജ് വല്ലതും ഒന്ന് രണ്ടായി പോയതാണ്? ഒരാള് തന്നെ രണ്ടായി മുറിഞ്ഞു വന്നോ? ട്വിൻസാ? ഐഡന്റിക്കൽ ട്വിൻസ് ആണോ? ആണോ? ഇതില് അമ്മ ആരാന്ന് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, തെറ്റുവോന്നറിയാമല്ലോ അല്ലേ? വേണ്ടായിരുന്നു, വെറുതെ ഈ കല്ലെടുത്ത് തലയിലോട്ട് വെക്കണ്ടായിരുന്നു. എന്റെ തന്നെ കലയില്ല. അമ്മ is this? തെറ്റി. അപ്പൊ പിന്നെ മറ്റേതാ അമ്മ. എന്താ അമ്മയുടെ പേരെന്താണ്? എന്റെ പേര് ലിജ. ലിജ. മേമക്കുട്ടി? എന്റെ പേര് ലിഷ. ലിഷ. ഒരേ ഡ്രസ് ഇട്ടാണോ നടക്കുന്നത്? ഞങ്ങള് ചെറുതിലേ മുതല് അച്ചാച്ചിക്ക് ഇഷ്ടം ഞങ്ങള് ഒരേപോലെ ഡ്രസ് ഇട്ട് നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അച്ചാച്ചി ഞങ്ങള് കുഞ്ഞായിരുന്ന സമയം മുതല് എല്ലാ സാധനങ്ങളും ഒരുപോലെ വാങ്ങി തരാറുള്ളു. ഇതിലിപ്പം അമ്മൂട്ടിയുണ്ട്, മേമൂട്ടിയുണ്ട്. പക്ഷെ പാട്ടൂട്ടി ആരാണ്? അവർ രണ്ടുപേരും പാടും. അതും കിട്ടിയോ ഒരുപോലെ? ഞങ്ങളങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല, ചെറുതായിട്ട് ഇങ്ങനെ മൂളും. പിന്നെ ഇവളെ ഇങ്ങനെ ചെറുതായിട്ട് പഠിപ്പിച്ചൊക്കെ കൊടുക്കും, അത്രേ ഉള്ളൂ. ചെറുതായിട്ട് ഉള്ളിലുള്ളത് ഇങ്ങനെ ചാടിയതാണ് ഇവിടെ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങക്ക് 3 മക്കളാണ്. അന്നക്കുട്ടിക്ക് ഒരു അനിയനുണ്ട്, ലിഷയ്ക്ക് അന്നക്കുട്ടിയുടെ അതേ പ്രായത്തിലൊരു മോനാണുള്ളത്. എല്ലാരും ഞങ്ങളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഇതില് മക്കളുടെ അമ്മ ഏതാ മേമ ഏതാന്ന് എല്ലാരും ചോദിക്കാറുണ്ട്. അപ്പം അവർക്ക് ഇഷ്ടം ഞങ്ങള് രണ്ടുപേരും അവരുടെ അമ്മമാരാണ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടം. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, എല്ലാ കാലവും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അന്നക്കുട്ടിയുടെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിചാരിച്ചു, ഈ മോൾ എന്റേതായിരുന്നെങ്കിൽ. അനുമോളെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷവും ഒത്തിരി അഭിമാനവും, എന്താ പറയണ്ടേ, എങ്ങനെയാ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഓരോ വാക്കുകളും അവളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം പോലെ. It came from the heart. Matching.